ഹലോ. അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാം. ലോങ് വീഡിയോസ് ഓൾറെഡി കണ്ട എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൈം ബാക്സിൻ്റെ പാർട്സ് ആയിട്ട് ഇടണേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സർവേ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സെക്കൻഡ് ആയിട്ട് ടാസ്ക് എന്നിട്ട് ഉള്ള ടാബിനെ പറ്റി പറയാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്തേക്കണേ. പിന്നെ ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഏണിങ്സ് കിട്ടണമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വീഡിയോ നിങ്ങൾ ആദ്യത്തേത് പോയി കണ്ടിട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാർട്സ് ആയിട്ടുള്ളത് മനസ്സിലാകത്തുള്ളൂ. പെട്ടെന്ന് വന്ന് ഈ വീഡിയോ മാത്രം കണ്ടിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പം നിങ്ങൾ കാണുന്നവർ ഫസ്റ്റ് മുതൽ കണ്ടിട്ട് വേണം ഇതും കൂടെ കാണാൻ. എന്നിട്ട് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർ സ്റ്റാർട്ട് ചെയ്തോ. മനസ്സിലാവാത്തവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ടാസ്ക് ടാബിൽ നിന്ന് തുടങ്ങാം. അതായത് ടൈം ബക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്തായാലും പറയണമല്ലോ. ടൈം ബക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൺലൈൻ ജോബ് എന്ന് വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരേ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ടൈം ബക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പേര് എനിക്ക് DM-ൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ ഉത്തരം തരുന്നതായിരിക്കും. ഞാൻ പരമാവധി കഴിയുന്നവർക്കൊക്കെ ഞാൻ DM-ൽ കൊടുക്കാറുണ്ട്. അപ്പോഴത്തേക്ക് കുറേ മെസ്സേജസ് ആകുമ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ആ മെസ്സേജുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒരു ക്വസ്റ്റ്യനെയറായിട്ട് നിങ്ങൾക്ക് ഞാൻ ആൻസർ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഡൗട്ടുള്ള കാര്യം ചോദിക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് ടാസ്കിനെ പറ്റി പറയാം. ഓക്കെ, ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ടൈം ബക്സിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. ഈ സർവേയിൽ കൂടെ കിട്ടുന്ന ഏണിങ്സിനെ പോലെ തന്നെ നമുക്ക് കിട്ടുന്നത് ടാസ്കിൽ കൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏണിങ്സ് കിട്ടുന്നത്. ഈ ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ആ ടാബ് ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കുക. അതിൻ്റെ അകത്ത് ഗെയിംസ്, സർവേസ്, പിന്നെ ഓഫേഴ്സ്, ടാസ്ക് അങ്ങനെ കാണും. അതിനകത്ത് നിങ്ങൾ ടാസ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് കുറേ ടാസ്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു ദിവസം ഒരു 400 അല്ലെങ്കിൽ 500 ടാസ്ക് എങ്കിലും ഒരു ദിവസം അവർ ടൈം ബക്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇട്ടുതരും. അതിൻ്റെ അകത്ത് നമ്മൾ ടാസ്ക് ജെനുവിനായിട്ടുള്ള ടാസ്ക്കാണ് എല്ലാം വരുന്നത്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കാത്തത് കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. ടാസ്കിന് ഓരോന്നെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ചില ടാസ്കുകൾ ഇപ്പോൾ $13 $14 ടാസ്കുകൾ ഒറ്റ ക്ലിക്കിന് കിട്ടുമെന്ന് പറഞ്ഞ് വന്നെടുക്കാം. അങ്ങനെയുള്ള ടാസ്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പ്രൂഫ് കാര്യങ്ങൾ അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ഫോൺ നമ്പർ ചോദിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ KYC ഉണ്ടല്ലോ അത് കൊടുക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ഉള്ള ടാസ്കുകളൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. അത് നമ്മൾ കാരണം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ടാസ്കുകളൊന്നും നിങ്ങൾ ചെയ്യാൻ പോകരുത്. പിന്നെ ഉള്ള ടാസ്കുകൾ എന്ന് വെച്ചാൽ $0.7 ഉള്ള ടാസ്കുകളുണ്ട്. പിന്നെ $0.45 ടാസ്ക് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആപ്പുകൾ നമ്മൾ ഈ ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഓരോ ടാസ്കിലും ഞെക്കിയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടാസ്ക് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ടാസ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ അവർ എഴുതിയേക്കും. ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ആക്കിയിട്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടല്ലോ, നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നേരെ പോകുന്നത് പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഫസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറഞ്ഞിരിക്കും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങളെന്ന്. നമ്മൾ ഈ ടാസ്കിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തുകൂടെ മനസ്സിലാവും. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 1 മിനിറ്റ് ഈ ആപ്പ് ഒന്ന് യൂസ് ചെയ്യുക. എന്നിട്ട് 10 വേർഡ്സ് അല്ലെങ്കിൽ 100 വേർഡ്സ് ഉള്ള ഈ ആപ്പിനെ പറ്റിയിട്ടൊരു റിവ്യൂ നിങ്ങൾ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും. അപ്പം നിങ്ങൾ എന്തൊരു ചെയ്യുക, ജസ്റ്റ് ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കി 1 മിനിറ്റ് നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് വേറെ നമ്പറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട, ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി. എന്നിട്ട് നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വരിക. പ്ലേ സ്റ്റോറിൽ വന്നിട്ട് നമ്മൾ സാധാരണ ആപ്പിന് റിവ്യൂ എടുക്കുമല്ലോ, സ്റ്റാർ റേറ്റിങ്ങും കൊടുത്തിട്ട് ജസ്റ്റ് റിവ്യൂ എഴുതുക. റിവ്യൂ എഴുതിയിട്ട് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നേരെ ടൈം ബക്സിൻ്റെ ടാസ്ക് ടാബിൽ അപ്പം തന്നെ അത് ഓപ്പൺ ആയി കിടക്കുമല്ലോ, അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചിലതിൽ അവർ 1 മിനിറ്റ്, അതായത് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് 1 മിനിറ്റ്
അവർ വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് സബ്മിറ്റ് ആക്കാൻ പറയും. ചിലതിൽ വെക്കുമ്പോൾ തന്നെ സബ്മിറ്റ് ആവും. സബ്മിറ്റ് ആകുമ്പോഴത്തേക്ക് യുവർ സബ്മിഷൻ ക്ലിയർഡ് എന്നും പറഞ്ഞ് ഓക്കെ ആണെന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അവരെ വീട്ടിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഓക്കെ കൊടുത്തല്ലോ, ഓക്കെ കൊടുത്തിട്ട് നിങ്ങൾ വിചാരിക്കും അപ്പം തന്നെ ക്രെഡിറ്റ് ആവുമെന്ന് വിചാരിക്കും. അങ്ങനെ ക്രെഡിറ്റ് ആവത്തില്ല. അതായത് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ, ചിലത് 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം, അങ്ങനെയാണ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് കറക്റ്റ് വാലറ്റിലോട്ട് തന്നെ ക്രെഡിറ്റ് ആവും. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ആവും. നിങ്ങൾ അതിൽ കള്ളത്തരങ്ങളൊന്നും കാണിച്ച് ചെയ്യാൻ നിൽക്കേണ്ട. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ടൈംബെക്സ് യൂസ് ആക്കുന്നവർ ഒരിക്കലും VPN യൂസ് ചെയ്യരുത്. VPN എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ജർമ്മനി ആക്കാം, ഇംഗ്ലണ്ട് ആക്കാം, അങ്ങനെയൊക്കെ VPN വഴി ആക്കാൻ പറ്റും. VPNൻ്റെ ഉപയോഗം നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. നമ്മുടെ IP അഡ്രസ്സ് വെച്ച് അവരത് കണ്ടുപിടിച്ചിട്ട് നമ്മളെ അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ടാസ്കിലെ ഏണിങ്സ് എല്ലാം പെൻഡിങ് ഏണിങ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ടാസ്കിൻ്റെ ടാബിൻ്റെ മുകളിൽ വന്ന് കിടക്കും. അത് നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ക്രെഡിറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിലൊരു മെസ്സേജിൻ്റെ ബോക്സ് ഉണ്ട്. കുറേ പേർക്കും മനസ്സിലായി കാണും. അപ്പോൾ മെസ്സേജിൻ്റെ ബോക്സ് ഉണ്ട്. അതിൽ ടൈംബെക്സ് എപ്പോഴും മെസ്സേജ് അയക്കുന്നതാണ്. എന്തെങ്കിലും ടൈംബെക്സിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ പേയ്മെൻറ്റ് സെൻഡ് ആകുമ്പോഴത്തേക്ക് അതിന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അപ്പം അതിൽ ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് ഇങ്ങനെ വരുവാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കും യുവർ സബ്മിഷൻ ടാസ്ക് സബ്മിഷൻ അപ്രൂവ്ഡ് എന്ന് കാണിച്ചിരിക്കും. കാണിക്കുന്നതിനനുസരിച്ച് നമുക്ക് പൈസയും കയറിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ടായിരുന്നു, എത്ര $, ആകുമ്പോഴത്തേക്കാണ് വിഡ്രോൾ ചെയ്യുന്നതെന്ന്. നമുക്ക് $5 ആകുമ്പോഴാണ് വിഡ്രോൾ ചെയ്യുന്നത്. എല്ലാ ആപ്പുകളിലാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 30 രൂപ, 40 രൂപ, 50 രൂപയൊക്കെയാണ് 2 മാസത്തോളം വർക്ക് ചെയ്താലും ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. നിങ്ങൾക്ക് $5 ഒരുമിച്ചാണ് കിട്ടുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന പൈസ ഫുള്ള് കൂടി നമ്മളെല്ലാം കുടുക്കയിൽ പൈസ ഇട്ടേക്കുമല്ലോ, അതേപോലെ കൂടി അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അത് വാലറ്റിലാണ് വരുന്നത്. വാലറ്റാണ് ഏണിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏതിൽ നിന്നൊക്കെയാണ് ഏൺ ചെയ്തതെന്ന് നമ്മൾ അതിൽ കുത്തുമ്പോൾ കാണാൻ പറ്റും. വാലറ്റ് എന്ന് പറയുന്നത് ഈ ഏണിങ്സ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ വാലറ്റിലോട്ട് വരുന്നത്. വാലറ്റ് അപ്പം ക്രെഡിറ്റ് ആയി പോയി. ഞാൻ ഇന്നലെ സർവേ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് വാലറ്റ് ക്രെഡിറ്റ് ആവുന്ന നിങ്ങൾക്ക് കാണിച്ചതല്ലേ. അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ ആ വാലറ്റിൽ വരുന്ന ഏണിങ്സ് 0.700 എന്നായിരിക്കും ചില പേർക്ക് ഇപ്പോൾ കിടക്കുന്നത്, ലോഗിൻ ചെയ്ത് കയറുന്നവർക്ക്. അപ്പോൾ ആ 0ൻ്റെ അവിടെ 5.000 എന്നാകുന്ന സമയത്ത് നമുക്ക് $5 ആയി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ $5 എങ്ങനെയാണെന്നുള്ളത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുക. പിന്നെ $1 എത്ര രൂപയാണെന്ന് നിങ്ങൾ ഗൂഗിൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 83-84 രൂപയാണ് ആവുന്നത്. $5 ആകുമ്പോൾ 400 സംതിങ് രൂപ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ് ഈ ടാസ്കിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകം പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ടാസ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിൻ്റെ താഴെ വരുമ്പോഴത്തേക്ക് അതായത് നമ്മൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് 10 രൂപ ക്രെഡിറ്റ് ആവുക, അങ്ങനെയൊക്കെയുള്ള കുറേ ടാസ്കുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ എല്ലാ ടാസ്കും നിങ്ങൾ വായിച്ച് നോക്കുക. വായിക്കാറിയാലോ, വായിച്ച് നോക്കിയിട്ട് അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് നോക്കുക. പിന്നെ മുകളിൽ ആൾക്കാർ കുറേ പേര് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കാണിക്കും. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇത് ഫേക്കൊന്നുമല്ല, ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കൊരു ഉപയോഗം ആയിക്കോട്ടെ, എനിക്ക് ഉപയോഗമാണ്, അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗം ആയിക്കോട്ടെ. ജസ്റ്റ് അതാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രൂഫ് ID കാര്യങ്ങൾ. പിന്നെ $5 ആയ ശേഷം നിങ്ങൾ ഏത് വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടാലും ഞാൻ ആ വീഡിയോയിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണിത് വിഡ്രോയിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ പോകെ ഇട്ട് തരാം. എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലിട്ടാൽ നിങ്ങൾക്ക് കാണാനുള്ള സാവകാശം കിട്ടത്തില്ല, എനിക്ക് ചെയ്യാനുള്ള സാവകാശം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ലോ ചെയ്ത് പോകുന്നത്. പിന്നെ ഒറ്റ വീഡിയോ നിങ്ങൾ സ്കിപ്പാക്കരുത്. സ്കിപ്പാക്കിയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. സ്കിപ്പാക്കുമ്പോഴാണ് സംശയം വരുന്നത്. നമ്മൾ സ്കിപ്പാക്കാതെ ഫുൾ വീഡിയോ ഇരുന്ന് കാണുക. ഇരുന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പിന്നെ അതെങ്ങനെയാണ് അപ്രൂവലിന് ആവുന്നതെന്നും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പറയുക. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നതാണ്. ഏത് പോർഷനാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഒരാൾ കമൻറ്റ് ഇട്ടാൽ പോലെ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഓക്കെ, നമുക്കിപ്പം ഈ ഡാഷ്ബോർഡിൽ നിന്ന് തുടങ്ങാം. ഡാഷ്ബോർഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക്
നമുക്ക് ഗെയിംസ്, സർവേസ്, ടാസ്ക്, ഓഫേഴ്സ് ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ടാസ്ക് ഓപ്പൺ ആക്കാം. ടാസ്ക് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ടാസ്കുകൾ കാണും. ടാസ്ക് മീൻസ് നമ്മൾ ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കാണുന്ന ടാസ്ക് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഏകദേശം നമ്മളിങ്ങനെ പേജ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ വരുന്നത് നെറ്റ് സ്ലോ ഉള്ളതുകൊണ്ടായിട്ട് അങ്ങനെ ആവുന്നത്. പിന്നെ നിങ്ങൾക്ക് 674 ടാസ്ക് എനിക്കിന്ന് അവൈലബിൾ ആണ്. അത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $136 നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടോ, ഇതൊക്കെ വന്നിരിക്കുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ ഏതെങ്കിലും ആപ്പിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ റിവ്യൂ കൊടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ടാസ്കുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് നമ്മൾ വലിയ ഒരു $3, $4 ഒക്കെ ടാസ്ക് കിടക്കും. അതിൻ്റെ അകത്ത് ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും. 1.427 പോയില്ലേ, അതിലൊന്നും നിങ്ങളൊന്നും കയറി ചെയ്യാൻ നിൽക്കണ്ട. അതെന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ വരുന്നത് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്നത് എന്താണ്, നമ്മളൊരു KYC ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് റേറ്റ് കൊടുക്കുന്ന കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ് എനിക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗീവ് ഹോണസ്റ്റ് റേറ്റിംഗ് വിത്ത് 10 വേർഡ്സ് കമൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് യൂസ് ചെയ്യാമെന്നോ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ച് നോക്കണം. പിന്നെ എന്താണ് പ്രൂഫ് വെക്കേണ്ടതെന്ന് അവിടെ കൊടുക്കണം. നമ്മൾ അതിൽ ഞെക്കുമ്പോഴത്തേക്ക് അവർ കൊടുക്കുന്ന ലിങ്കിൽ ഞെക്കുമ്പം നേരെ ഗൂഗിൾ പ്ലേയിലോട്ടാണ് പോകുന്നത്. ഗൂഗിൾ പ്ലേ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് അവർ പറയുന്ന ഒരു ആപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഈ ആപ്പിനാണ് നമ്മൾ റേറ്റിംഗ് കൊടുക്കേണ്ടത്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓർമ്മയിൽ 1 മിനിറ്റ് യൂസ് ആക്കണമെന്നല്ലേ പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈം വയ്ക്കുക. അപ്പം ഫോൺ നമ്പർ കൊടുത്തിട്ട് വേണമെന്നുള്ളത് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. പക്ഷേ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ ആപ്പുകൾ ജോയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ തന്നെ 1 മിനിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുറന്ന് വെച്ചേക്കാം. അപ്പോൾ 1 മിനിറ്റ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ടൈമർ വെച്ചിട്ട് 1 മിനിറ്റ് നോക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, എന്നിട്ട് നിങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ ഹോം പേജ്, അതായത് നമ്മുടെ ടൈം ബക്സിൻ്റെ പേജിലോട്ടായിരിക്കണം. പോയിട്ട് വീണ്ടും നിങ്ങൾ ആ ലിങ്കിൽ ഒന്നുകൂടെ ഞെക്കി ആ ആപ്പിൻ്റെ പേജിൽ പോയിട്ട് അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ മീൻസ് നമ്മുടെ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആപ്പിനെ പറ്റി കമൻറ്റ് ചെയ്യണം. ആപ്പ് സൂപ്പറാണോ അല്ലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കമൻറ്റ് ചെയ്ത റിവ്യൂസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനത് ഇറ്റ്സ് എ ഗുഡ് ആപ്പ്, അല്ലെങ്കിൽ ഇറ്റ്സ് ആസം യൂസർ ഫ്രണ്ട്ലി എന്നുള്ള രീതിക്കാണ് കമൻറ്റ് കൊടുത്തത്. അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ആപ്പ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് അതെന്തിൻ്റെ ആപ്പാണെന്നൊക്കെ നോക്കിയിട്ട് ഇത് സൂപ്പറാണെന്നൊക്കെ നിങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് നിങ്ങൾ ചെയ്ത ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് എന്നിട്ട് നിങ്ങളൊന്ന് സബ്മിറ്റ് ആക്കുക കേട്ടോ. സബ്മിറ്റ് ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, സബ്മിറ്റ് ആക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് അവിടെ ഒരു 5 സ്റ്റാർ റേറ്റിങ്ങും പിന്നെ ഒരു ഓക്കെ ബട്ടണും കാണിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്ന് ഇതാവട്ടെ. ഞാൻ ഐ സജസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എന്തൊക്കെ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ മുകളിൽ, അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ പോസ്റ്റ് ആകും. അപ്പോൾ തന്നെ അത് ഇങ്ങനെ കാണിക്കും, താങ്ക് യു ഫോർ ഷെയറിങ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് ചെയ്യുക. അത് എൻ്റെ റിവ്യൂ കണ്ടോ, ഈ ഒരു റിവ്യൂ അമ്മൂസ് എന്നിട്ടിട്ട് താഴെ വന്ന് കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യുക. ഇങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യണേ. ചെയ്തിട്ട് നിങ്ങൾ നേരെ ടൈം ബക്സിൻ്റെ പേജിൽ പോയിട്ട് പ്രൂഫ് കൊടുക്കേണ്ട സ്ഥലമുണ്ടല്ലോ, അവിടെ ബ്രൗസ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ബ്രൗസ് ഇമേജ് കൊടുത്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അവിടെ വെക്കുക. സ്ക്രീൻഷോട്ട് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് നിങ്ങളത് അങ്ങോട്ട് വെക്കുക. അപ്പോൾ അപ്ലോഡ് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ നിങ്ങൾ താഴോട്ട് വന്നിട്ട് സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് അപ്രൂവൽ ആവും. ജസ്റ്റ് കണ്ടോ, ഇറ്റ്സ് യുവർ സബ്മിറ്റ് അപ്രൂവൽ എന്നും പെൻഡിങ് ഏണിങ്സ് ആയിട്ട് മാറുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പം പെൻഡിങ് ഏണിങ്സിൻ്റെ അവിടെ $0.36 പെൻഡിങ് ഏണിങ്സ് ആയിട്ട് കിടക്കും. ഇനി ഇത് അവർ റിവ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഏണിങ്സ് കിട്ടും. ഇതേപോലെ ഇഷ്ടംപോലെ വന്ന് കിടക്കും. ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാസ്കിൽ ആപ്പിന് റേറ്റിങ്സും കാര്യങ്ങളും കൊടുക്കുന്നത്. ഇത് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട്
ക്യാമ്പയിൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പ്രൂഫായിട്ട് ചോദിക്കുന്നത് നമ്മളതിൽ ജോയിൻ ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ആക്കിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതേപോലെ എടുത്തിട്ട് ഈ മൂവീസ് ആൻഡ് ട്രെയിലേഴ്സ് എന്നൊരു പേജിലാണ് അവർ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് ഉടനെ എടുത്തു. എന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം എനേബിൾ ആക്കിയിട്ടാണ് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ ആ പേജിൽ പോയി ഞാൻ സബ്മിറ്റ് ചെയ്യാണ്. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഇതേപോലെ തന്നെ അവർ അപ്ലോഡ് കൊടുക്കണം. ബ്രൗസ് ഇമേജ് എടുത്ത് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ അപ്പം തന്നെ ഒരു മെസ്സേജ് വരും, യുവർ പ്രൂഫ് സബ്മിറ്റ് ആയെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് നേരെ നമ്മൾ ടാസ്കിൻ്റെ ഹോം പേജിലോട്ടാണ് പോകുമ്പോഴത്തേക്ക് അവിടെ ഏണിങ്സിൻ്റെ അവിടെ $0.46 നേരത്തെ ചെയ്ത ടാസ്കും ഈ ടാസ്കും കൂടെ ചേർത്ത് കൂട്ടിയിട്ട് ഉള്ള ഡോളർ അവിടെ ഏണിങ്സ് ആവും. പിന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ ടാസ്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കിടപ്പുണ്ട്. നിങ്ങൾക്കിതിൽ എത്ര ടാസ്ക് വേണമെങ്കിലും ഒരു ദിവസം നമുക്ക് 500 ടാസ്കുകൾ അവർ ഇട്ട് തരും. അപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് ഈ ഫുൾ ടാസ്ക് വേണമെങ്കിലും ഇരുന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ടാസ്കുകൾ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്ന ടാസ്കുകൾ ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് നിങ്ങൾ വേറെ ഇതേപോലെ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് KYC കൊടുക്കുക, 5 മിനിറ്റ് ഓപ്പൺ ആക്കുക, പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ടാസ്കുകൾ ചോദിക്കുക. അത് നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. ചിലപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമെയിലും ഫോൺ നമ്പറൊന്നും കൊടുക്കുന്ന അത് ശരിയല്ലല്ലോ. അപ്പോൾ നിങ്ങളത് കൊടുക്കണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട. അല്ലാത്തത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാസ്കിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ചെയ്യുക. എന്നിട്ട് ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഏതെങ്കിലും ടാസ്ക് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ടാസ്ക് എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് ക്രെഡിറ്റ് ആവുന്നതും കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഇതേപോലെയാണ് നിങ്ങൾ ടാസ്ക് സബ്മിറ്റ് ചെയ്യേണ്ടതും കാണിക്കേണ്ടതും. അപ്പോൾ ഇങ്ങനെ കറക്റ്റിന് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവത്തുള്ളൂ. അല്ലാതെ ടാസ്കിൽ കുത്തിയിട്ട് നിങ്ങൾ പെട്ടെന്ന് ഓടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാസ്ക് ക്രെഡിറ്റ് ആവത്തില്ല. അപ്പം ഇങ്ങനെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $5 ആവും. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒറ്റ ദിവസം കൊണ്ട് $5 ആവാൻ പറ്റുമെന്ന്. പറ്റുമോടാ, ഒറ്റ ദിവസം കൊണ്ടൊക്കെ ആക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് $5 ആക്കാം. കാരണം നമ്മൾ ഒരുപാട് സർവേ എപ്പോഴും വരുന്ന സൈറ്റാണ്. ഒരുപാട് സർവേ, അൺലിമിറ്റഡ് സർവേ ആയിട്ട് വരുന്നതിന് ഇതിന് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ സർവേ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇഷ്ടംപോലെ സർവേ ചെയ്യണമല്ലോ. ചെയ്തിട്ട് ഒരു സർവേ തന്നെ ചിലപ്പം $70 സർവേ വരും, $80 സർവേ വരും, അങ്ങനെയൊക്കെ സർവേ വരുമോടാ. അപ്പോൾ ആ സർവേ നമ്മൾ കറക്റ്റിന് ചെയ്താൽ മാത്രമേ നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ. നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നല്ലപോലെ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും. ഞാനൊക്കെ ആദ്യം ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ട് പോയാലോ എന്നൊരു ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇട്ടിട്ട് പോയില്ല, ഞാനിരുന്ന് വർക്ക് ചെയ്ത്. കാരണം ജെന്യുവനായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരേ ഒരു സൈറ്റും പിന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുമായിട്ട് എനിക്കിതേ തോന്നിയിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. ജസ്റ്റ് നിങ്ങൾ ചെയ്യുക, ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഇതിട്ടിട്ട് പോവരുത്. ഇട്ടിട്ട് പോയാൽ കഴിഞ്ഞിട്ടിട്ട് പോയി ഇതേപോലെ ഒരു സൈറ്റ് വേറെ ഇല്ല. മടി വരും നമുക്ക്. എന്തിനെന്ന് നോക്കും. ഒറ്റ പ്രാവശ്യം നിങ്ങൾ വിഡ്രോവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും സർവേ അവർ ഇട്ടുകൊണ്ടിരിക്കും. ഈ കിട്ടുന്ന സർവേക്കാട്ടി കൂടുതൽ സർവേ കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലേ. അതായത് ഇപ്പം നിങ്ങൾ വരുന്ന സർവേക്കാട്ടിയും കുറേ സർവേയും കൂടെ ഒറ്റ വിഡ്രോവൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങളെ ക്വാളിഫൈഡ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. അതായത് അവർക്ക് സർവേ ചെയ്യുന്ന ആൾക്കാരും അതേപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ഏണിങ്സ് തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അവർ നമ്മളെ ബാക്കപ്പ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഈ വരുന്ന സർവേസും കാര്യങ്ങളും നിങ്ങളെ ബേസ് പ്രൊഫൈൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് എന്താണ്, പ്ലേസും വരുമാനങ്ങളും ജോലി അങ്ങനെയൊക്കെ ചോദിക്കുന്നതുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ കൊടുക്കുക. പിന്നെ പുറത്തെ രാജ്യങ്ങളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിലുള്ളത് കൊടുക്കുക, കുഴപ്പമില്ല. നമ്മൾ കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡൽഹി തന്നെ കൊടുക്കുക. കാരണം കേരളത്തിൽ ബേസ് ചെയ്തിട്ട് അവരാരടുത്തും സർവേ ചോദിക്കാറില്ല. അവർക്ക് കൂടുതൽ അറിയുന്നത് മുംബൈ, ഡൽഹി അങ്ങനെയുള്ള ഇതാണ്. കേരളമെന്ന് അടിക്കുമ്പോൾ തന്നെ അവർ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് പോകും. ഞാൻ അതൊക്കെ കേരളമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഡൽഹി കൊടുക്കാൻ തുടങ്ങിയത്. ഡൽഹി കൊടുത്തപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സർവേ കിട്ടും. അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്യുക. പിന്നെ ഇതൊക്കെയല്ലേ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട പാർട്ടുകൾ ഞാൻ എടുത്ത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പാർട്ടെടുത്ത് ചെയ്തു തരാം. പിന്നെ ഈ വീഡിയോയിലോട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ഇതിനായിട്ട് പറഞ്ഞു തരാണ്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോവും.
മറ്റേ സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ചേച്ചി പാസ്വേഡ് എറർ കാണിക്കുന്നത്? നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പാസ്വേഡ് അടിക്കുമ്പോഴത്തേക്ക് എറർ കാണിക്കുന്നെങ്കിൽ മുകളിൽ ഒരു ചുവപ്പായിട്ട് അപ്പം തന്നെ എഴുതി കാണിക്കും. അവർ ഒന്നീ സ്പെഷ്യൽ ക്യാരക്ടർ ആഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സ്മാൾ ലെറ്റർ ആഡ് ചെയ്യാൻ പറയും, അല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്ചർ ഫെയിൽ എന്ന് പറയും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തിട്ട് അവർ പറയുന്ന പോലെ ഏതൊക്കെ ക്യാരക്ടറാണ് അടിക്കേണ്ടത് അത് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് വീണ്ടും ക്യാപ്ചർ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ സക്സസ് കൊടുക്കാവോ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഫെയിൽ ആയിക്കൊണ്ടിരിക്കും. പിന്നെ സൈറ്റ് ഓപ്പൺ ആവണില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. സൈറ്റ് ഓപ്പൺ ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ടൈം ബോക്സിനും കുഴപ്പമൊന്നുമില്ല, സൈറ്റൊക്കെ ഓപ്പൺ ആവും. അത് നിങ്ങൾ ചിലപ്പോൾ കയറുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ റേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിലും ചിലപ്പം സൈറ്റ് ഓപ്പൺ ആവാൻ പാടായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ. പിന്നെ ഇതിൽ കൂടുതൽ അതായത് അടുത്ത സെക്ഷൻ ഞാൻ ഗെയിമിൻ്റെ ഇടാം. അപ്പോൾ ഗെയിംസ് കളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നാളെ ഇട്ടുതരാം. അപ്പം നിങ്ങൾക്ക് ഇത് കൂടെ ഉപയോഗമാകും. അപ്പം സർവേയും ചെയ്യുക, ടാസ്കും ചെയ്യുക, ഇനി ഇടുന്നതും ചെയ്യുക, ചെയ്ത് പോവുക. നിങ്ങൾക്കൊരു ഉറപ്പായിട്ടും ഏണിങ്സ് കിട്ടും. 500 രൂപ എന്നൊക്കെ പറയുന്നതൊന്നും കുറഞ്ഞ രൂപയല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് കിട്ടും. ട്രസ്റ്റ് ചെയ്യുകയും ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ പൈസ റിസീവ് ആവുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പം നിങ്ങൾക്ക് ഇത്തിരി വിശ്വാസമാവും. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അവർക്കും കൂടെ ഒരു ഉപയോഗമാവുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചേട്ടാ.